സിദ്ദിഖിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. തന്റെ ഭാഗം കൂടി കേൾക്കാതെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കരുതെന്നാണ് ആവശ്യം. അഭിഭാഷക വൃന്ദ ഗ്രോവർ മുഖേനയാണ് അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ചേരുന്നു. സിബി, എന്തൊക്കെയാണ് തടസ്സ ഹർജിയിലെ ആവശ്യങ്ങൾ? മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി സിദ്ദിഖ് സീനിയർ അഭിഭാഷകരുമായിട്ടുള്ള നിലയും ചർച്ച നടത്തുകയും അദ്ദേഹം ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിജീവിത ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും നിയമ പോരാട്ടത്തിന് തന്നെ അതിജീവിത സുപ്രീം കോടതിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു തടസ്സ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അഭിഭാഷക വൃന്ദ ഗ്രോവർ വഴിയാണ് ഈ ഒരു തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ സിദ്ദിഖ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തിയാൽ അതിൽ തൻ്റെ ഭാഗം കൂടി കേൾക്കണം. ഇതിൽ ഏകപക്ഷീയമായി ഒരു ഇടക്കാല വിധി പുറപ്പെടുവിക്കരുതെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ പ്രധാനമായും തടസ്സ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. തൻ്റെ ഭാഗം കൂടി കേൾക്കണം, അതിനുശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഒരു വിധി പറയാവൂ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു തടസ്സ ഹർജിയാണ് നൽകിയിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ തടസ്സ ഹർജികൾ നൽകാറുണ്ട്. ആ ഒരു നിയമപരമായ അവകാശമാണ് ഇപ്പോൾ അതിജീവിത സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും അതിജീവിത ഇന്നിപ്പോൾ രാവിലെയോടെ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം സിദ്ദിഖ് സുപ്രീം കോടതിയെ ഉടൻ സമീപിക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നു. അതിനുവേണ്ടി സിദ്ദിഖും സിദ്ദിഖിൻ്റെ മകനെല്ലാം നിലയും കഴിഞ്ഞ ദിവസം സീനിയർ അഭിഭാഷകരുമായിട്ടെല്ലാം നിലയും ചർച്ചകൾ നടത്തുകയും ഉടൻ തന്നെ ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പെട്ടെന്നൊരു ഇടക്കാല ഉത്തരവ് സിദ്ദിഖിന് അനുകൂലമായി ലഭിക്കരുത് എന്ന് തന്നെയാണ് അതിജീവിതയുടെ ആവശ്യവും. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു നിയമ പോരാട്ടത്തിന് ഈ അതിജീവിതയും ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ ഇപ്പോൾ അഭിഭാഷക മുഖേന ഒരു തടസ്സ ഹർജി നൽകിയിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകിയാൽ പോലും ഈ അതിജീവിതയുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമായിരിക്കും സുപ്രീം കോടതിക്ക് ഇനിയൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക. എന്തായാലും പെട്ടെന്ന് ഒരു ഇടക്കാല ഉത്തരവ് സിദ്ദിഖിന് ലഭിക്കാനുള്ള സാധ്യത ഇനി വളരെ കുറവാണ്. അജിംഷാദ്.